മഖ്ബറത്തു അൽ മുഅല്ല അല്ലേ, മുഅല്ല മഖ്ബറ. അല്ലാഹു തആല ഇവിടുത്തെ കിടക്കുന്ന മഹാന്മാർക്ക് അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒന്ന് സലാം പറഞ്ഞോളെ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഇത് ഇവിടുത്തെ മക്കയിലെ പ്രസിദ്ധമായ മഖ്ബറയുടെ എൻട്രിങ് പോയിന്റിങ് കേട്ടോ. ഇതിലാണ് അങ്ങോട്ട് പ്രവേശിക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഏകദേശം ഒരു 300 മീറ്റർ അങ്ങോട്ട് നടന്നാൽ ഒരുപാട് ഖബറുകളുണ്ട്. ആ ഖബറിലെ ഏറ്റവും പ്രസിദ്ധമായ ഖബറാണ് ഖദീജ ബീവിൻ്റെ ഖബർ. മക്കയിലെ ഹറം പള്ളിൻ്റെ ആ പരിസരത്ത് നിന്ന് ഏകദേശം 950 മീറ്ററാണ് ഇങ്ങോട്ട് ദൂരം. ഇത് സൗദി ഇദാറത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ അധികാരവും കാര്യങ്ങളൊക്കെ. ഇതിന് ടൈമും കാര്യങ്ങളൊക്കെ ഓല കയ്യിലാണ്. രാവിലെ സുബൈ നിസ്കരിച്ച് 6:30 ഓപ്പണാക്കും. വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേന് എന്താവും, അടക്കും. അപ്പോൾ ആണുങ്ങൾക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പം എന്തായി, ക്ലോസ് ആയതാ കണ്ടോ. ആണുങ്ങൾക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം ക്ലോസ് ആയി. പെണ്ണുങ്ങൾക്ക് ഉള്ളിലേക്ക് തീരെ പ്രവേശനമില്ല. ആണുങ്ങൾക്ക് ഉള്ളിൽ പോയി നേരെ ഖദീജാവിൻ്റെ അടുത്ത് പോയി സലാം പറയാനുള്ള അവസരം എന്തായി, ടൈം ഓവറായതോടുകൂടി. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ നമ്മൾ അതൊന്നുമല്ല. നമ്മളിവിടെ വന്നത് ഈ മഖ്ബറയിൽ വന്നൊന്ന് സലാം പറയാനാണ്. ആ സലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കിടക്കുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ, ഒന്ന് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ, മറ്റൊന്ന് റസൂലുള്ളാഹിന്റെ ഒരു മകൻ ഖാസിം റളിയല്ലാഹു അൻഹു, നബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 ഉപ്പാപ്പമാർ. അതൊക്കെ ബേക്കിൽ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ലോകപ്രസിദ്ധനായ റസൂലുള്ളാഹിന്റെ സഹാബിയായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻതി അബീ ബക്കർ, അവരൊക്കെ ഇവിടെ കിടക്കണേ. പിന്നെ വലിയൊരു പ്രസിദ്ധ ഫിഖ്ഹ് ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സയ്യിദുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു, മക്കയിലെ പ്രസിദ്ധനായ ഒരു മുദർരിസും മുഫ്തിയുമായ സയ്യിദ് അലവി അൽ മാലിക്കി അൽ മക്കി എന്നിവരിവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ 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 മഹാന്മാരും സഹാബികളും സഹാബിയാത്തുകളും മുഅ്മിനീങ്ങളും കിടക്കുന്ന വലിയ പ്രസിദ്ധമായൊരു മഖ്ബറയാണ്. 2 മഖ്ബറയെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൻ്റെ മഖ്ബറ എന്ന് പറഞ്ഞു. സ്വർഗ്ഗത്തിൻ്റെ ഒന്ന് ഏറ്റവും പ്രസിദ്ധമായ മഖ്ബറ മദീനയിൽ നബിയുടെ മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന വിശാലമായ മഖ്ബറ. 10,000-കണക്കിന് സഹാബാക്കളും സഹാബിയാത്തുകളും അവിടെയുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കം, അവിടുത്തെ മോള് ഫാത്തിമ ബീവി അടക്കം കിടക്കുന്നത് എവിടെയാണ്, സയ്യിദുന ദുന്നൂറൈനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കം കിടക്കുന്നത് ജന്നത്തുൽ ബഖിയയിലാണ്. ആ ബഖിയയിലെ ഖബറിൽ നിന്ന് അത് പിളർന്നിട്ട് നബിയും സിദ്ദീഖും ഫാറൂഖും കടന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമി പിളർന്ന് സ്വർഗത്തിലേക്ക് പറന്നുയരുന്നവരാണ് ആര്, അഹ്ലുൽ ബഖി. രണ്ടാമത്തേത് അഹ്ലു മക്ക, ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന ഈ മഖ്ബറയിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് രണ്ടാമത്തെ സ്വർഗത്തിലെ സീറ്റുള്ള ആളുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പം ജന്നത്തുൽ ബഖിയ കഴിഞ്ഞാൽ പിന്നെ പ്രസിദ്ധമായ മഖ്ബറയാണ്. ഇവിടെ കിടക്കുന്ന ആളുകൾ അവരും ഇതാ മശ്റയിലേക്ക് നബിയുടെ പിന്നിലായി സ്വർഗത്തിലേക്ക് പാറിപ്പറക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മദീനയിൽ മരിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത്. മൻ അറാദ യമുത്ത ഫിൽ മദീന ഫഹുവ ഫിൽ ജന്ന. ആരെങ്കിലും മദീനയിൽ വഫാത്തായി കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖിയയിൽ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ അയാൾ സ്വർഗാവകാശിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതേപോലെ മക്കയിൽ മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. മരണത്തെ നമ്മൾ ഒരിക്കലും കൊതിക്കാൻ പാടില്ല. മരണത്തെ നമ്മൾ കൊതിക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ, പഠിച്ചോനെ എൻ്റെ മരണം നല്ല സ്ഥലത്ത് നിന്ന് രണ്ടാലൊരു ഹറമിൽ വെച്ചുകൊണ്ട് മക്കയിൽ നിന്നോ, അല്ലെങ്കിൽ അങ്ങനെ മരണപ്പെടുന്ന ഭാഗ്യവാന്മാരുണ്ട്. മക്കയിൽ മരിച്ചാൽ തന്നെ പലർക്കും ഇവിടെ ഇടം കിട്ടൂല. ഇവിടെ ഇടം കിട്ടിയ ഒരാളാണ് നമ്മുടെ നാട്ടിലെ പാലക്കാടുകാരിയായ ഒരു മുഅ്മിന. ഒരു ഹജ്ജിന്റെ വേളയിൽ ക്രൈൻ ദുരന്തത്തിൽ മരണപ്പെട്ട മുഅ്മിനയെ നേരെ കൊണ്ടുവന്ന് ഹറമിൽ നിന്ന് നിസ്കരിച്ച് ലക്ഷക്കണക്കായ ആളുകൾ പ്രാർത്ഥിച്ച് ആ ജനാസ നേരെ കൊണ്ടുവന്ന് കിടത്തിയത് ഇവിടെയാണ്. അതേപോലെ കിടക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ സ്ഥാപക നേതാവ്, മുസ്ലിം ഉമ്മത്തിന്റെ അനിഷേധ്യനായ നായകൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. മഹാനായ ബാഫഖി തങ്ങൾ എവിടെ കിടക്കുന്നത്? ബാഫഖി തങ്ങൾ അറിയില്ലേ? ആരാ ബാഫഖി തങ്ങൾ? മരിക്കണേൻ്റെ തലേന്ന് ആളുകൾ ഇതാ ഹറമിൽ വെച്ചുകൊണ്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് തവാഫ് ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥത. തലേന്ന് പറഞ്ഞു, നാളെ എൻ്റെ മുമ്പിൽ എൻ്റെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കും. എൻ്റെ മുമ്പിലല്ല, പിന്നെ എൻ്റെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കും. അപ്പം എങ്ങനെയാണ് എൻ്റെ ബാക്കിൽ നിസ്കരിക്കുക? ഹറമിലെ ഇമാമിൻ്റെ ബാക്കിൽ നമ്മൾ നിസ്കരിക്കുക എന്ന് മറ്റുള്ളവർ തമാശയിൽ ചോദിച്ചു. അല്ല, നാളത്തെ ദിവസം ഹറമിലെ ഇമാമും എൻ്റെ ബാക്കിലാകും എന്ന്
പറഞ്ഞ മഹാനാണ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. എന്താ അതിൻ്റെ അർത്ഥം? ബാഫഖി തങ്ങൾ വഫാത്തായി അല്ലേ? വഫാത്തായി പിറ്റേന്ന് മയ്യത്ത് നിസ്കാരം അവിടുന്ന് ഹറമിൽ നിന്ന്. ഹറമിലെ ഇമാം അവിടെ നിൽക്കുക, ബാഫഖി തങ്ങളെ മുമ്പിലെ ബാക്കിലോ? ഹറമിലെ ഇമാം അവിടെ നിൽക്കുക. ഹറമിലെ ഇമാം അടക്കം ബാക്കില്ലേ, മയ്യത്തിന്റെ ബാക്കിലല്ലേ ഇമാം നിൽക്കുക, ആളുകളൊക്കെ ബാക്കിൽ അല്ലേ? അങ്ങനെ പറഞ്ഞ മഹാനായ ബാഫഖി തങ്ങളടക്കം കിടക്കുന്ന മക്ബറയാണിത്. അപ്പം